കാൽ നൂറ്റാണ്ടായി മുടങ്ങിക്കിടന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. HMT മുതൽ NAD വരെയുള്ള ഭാഗത്താണ് നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ ആരംഭിച്ചത്. ഇരുമ്പനം മുതൽ നെടുമ്പാശ്ശേരി വരെ 25.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതോടെ കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയുകയും വിമാനത്താവളത്തിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. കാൽ നൂറ്റാണ്ട് കാലങ്ങളായി മുടങ്ങിക്കിടന്ന സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട HMT NAD ഭാഗത്ത് റോഡിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള കാട് വെട്ടിത്തെളിക്കലും ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വ്യവസായ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. റോഡിന്റെ ടെൻഡർ നടപടികൾ മാർച്ച് 1 പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അതിന്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ടെൻഡറിന്റെ ഇപ്പൊ എക്സ്റ്റൻഷൻ വരുമ്പോൾ ഈ മാർച്ച് 1 വരെയായിരിക്കും അതിന്റെ തീയതി. അതേപോലെ തന്നെ 100-ലധികം മരങ്ങൾ ഈ രണ്ട് ഭൂമിയിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ട്രീ കമ്മിറ്റി മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകേണ്ടതുണ്ട്. അവർ അംഗീകാരം നൽകി കഴിഞ്ഞാൽ അത് മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കും. അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ഇത് ഒരുക്കിയെടുക്കുന്നതിനുള്ള ശ്രമം ഇന്നു മുതൽ RBDCക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രീ കമ്മിറ്റിയുടെ അനുമതി കിട്ടുമ്പോൾ തന്നെ ബാക്കി നടപടികൾ സ്വീകരിക്കാവുന്ന രൂപത്തിൽ മണ്ണൊരുക്കുക എന്ന പദ്ധതിയാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ മാർച്ചോടുകൂടി ടെൻഡർ അവാർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണം പൂർത്തീകരിക്കും. ഇത് പൂർത്തിയാകുമ്പോൾ HMT കോളനി പ്രദേശത്ത് സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് 2021 നിർമ്മിച്ചിരുന്ന 1.9 കിലോമീറ്റർ റോഡുമായി സീപോർട്ട് എയർപോർട്ട് റോഡിനെ ബന്ധിപ്പിക്കും. കാൽനൂറ്റാണ്ട് പിന്നിട്ട നാട്ടുകാരുടെ ആവശ്യമാണ് സാക്ഷാത്കാരത്തോടടുക്കുന്നത്. 2021 സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പണം ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് HMT ഭൂമി ലഭ്യമാക്കിയത്. പ്രതിരോധ വകുപ്പും NADയും ദക്ഷിണ നാവിക കമാൻഡുമായി തുടർച്ചയായി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി പണം നൽകി NAD സ്ഥലവും സർക്കാർ ഏറ്റെടുത്തു. കേന്ദ്രം ഭരിച്ച UDF മന്ത്രിമാരും അന്നത്തെ UDF സർക്കാരും ശ്രമിച്ചിരുന്നുവെങ്കിലും പൊതു ആവശ്യത്തിനായി സൗജന്യമായി ലഭിക്കുമായിരുന്ന ഭൂമിക്ക് ഭീമമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ നൽകേണ്ടി വന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. NADയുടെ 2,4967 ഹെക്ടർ ഭൂമി 23.11 കോടി രൂപ നൽകിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. സീപോർട്ട് എയർപോർട്ട് റോഡ് ഇരുമ്പനം മുതൽ HMT റോഡ് വരെയുള്ള 13.3 കിലോമീറ്റർ ആദ്യഘട്ടം 2003 ആരംഭിച്ചത്. രണ്ടാം ഘട്ടമായ HMT റോഡ് മുതൽ എയർപോർട്ട് വരെയുള്ള 14.4 കിലോമീറ്റർ ഉൾപ്പെടുന്നതാണ് HMT NAD ഭാഗം. ഇവിടുത്തെ പ്രധാന റോഡ് നിർമ്മാണത്തിനായി 21.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഭാഗത്തിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. HMT ഭാഗത്ത് 45 മീറ്റർ വീതിയിൽ 600 മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിക്കുക. NADയുടെ ഭാഗത്ത് സ്കെച്ച് നേരത്തെ തയ്യാറാക്കിയതിനാൽ തുടർ നടപടികൾക്ക് കാലതാമസമുണ്ടാവില്ല. NAD മഹിളാലയം റീച്ചിന്റെ 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാഗത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഈ ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 569.34 കോടി രൂപ കിഫ്ബി നേരത്തെ അനുവദിച്ചിരുന്നു. ഇരുമ്പനം മുതൽ നെടുമ്പാശ്ശേരി വരെ 25.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് പദ്ധതി കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതും കൊച്ചി വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ സൗകര്യമൊരുക്കുന്നതുമായ പാതയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ചുള്ളിക്കലുള്ള നമ്മുടെ സോൾ ഫാഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 50% വരെ ഓഫർ ഉണ്ട്. കുട്ടികളുടെ പാൻസിന് 25 രൂപ കൊടുത്താൽ മതി. ഈ കോഡ് സെറ്റിന്റെ വില വെറും 199 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇതിന് റേറ്റ് വരുന്നത് വെറും 310 രൂപ മാത്രം. ഗേൾസിന്റെ നല്ല ട്രെൻഡിങ് ക്രോപ്പ് ടോപ്പുകൾ വേഗം വന്നാൽ ഡബിൾ ആയിട്ട് മേടിക്കും.